ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് കുറച്ച് ഈത്തപ്പഴമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. കാന്താരി ഈത്തപ്പഴ അച്ചാറാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഉലുവ പൊടിച്ചത്, കായം പൊടി, കാന്താരി, ഈത്തപ്പഴം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് അച്ചാറിടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതാ ഈത്തപ്പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കായം പൊടി, ഉലുവ പൊടിച്ചത്, പിന്നെ കാന്താരിയും കറിവേപ്പിലയും അതും പൊട്ടിച്ചോർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പറമ്പിലുണ്ടായ കാന്താരിയാണ്. അപ്പോൾ അതൊക്കെ പഴുത്തതൊക്കെ കിളികളൊക്കെ പൊട്ടിച്ച് കൊത്തി തിന്ന് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളിക്കൊണ്ടെന്ന് വെച്ചതാണ് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എണ്ണയിലാണെങ്കിൽ എണ്ണയിൽ എങ്ങനെ വെച്ചെങ്കിൽ ചെയ്യാട്ടോ. ഞങ്ങൾ ഓയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ ആ ഉലുവപ്പൊടി കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടൊന്ന് മൂത്ത് കിട്ടണം. അത് മൂത്തതിന് ശേഷം നമുക്ക് കാന്താരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാന്താരി ചേർത്തിട്ട് നമ്മളൊന്ന് വിട്ട് നിൽക്കണം ഇളക്കിയതിന് ശേഷം. കാരണം അത് പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ടാവും. കാന്താരി അങ്ങനെ ഒന്ന് പൊളിക്കാതൊക്കെ അല്ലേ നമ്മൾ നുള്ളി കൊടുക്കുന്ന ആ തണ്ട് മാത്രം കളഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് വാടി കിട്ടുന്നവരെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് വിട്ട് നിന്നിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ആ ഓയിലിൽ കിടന്ന് നല്ലൊന്ന് വഴണ്ട് കിട്ടണം. പിന്നെ ഒരുവിധമൊക്കെ വഴന്നതിന് ശേഷമാണ് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതാ കാന്താരി ഒരു വിധമൊക്കെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാന്താരി ഈത്തപ്പഴം കൂടി കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവണം. നമ്മളിതിൽ ഈ അച്ചാറിൽ ഒന്നുണ്ട് മുളക് പൊടി തീരെ ചേർക്കണില്ല കേട്ടോ. കാരണം മുളക് പൊടി എരിവുള്ള മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. കാന്താരി തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി മുളകാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. കാരണം മുളകും പൊടിയും അച്ചാർ പൊടിൻ്റെയും ഒന്നും ആവശ്യമില്ല. അതിനാണ് കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതും ചേർത്ത് കൊടുക്കുക, കാശ്മീരി ചില്ലി പൗഡർ. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അച്ചാറാകുമ്പോൾ ഇങ്ങനെ ഒരു വെളുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഒരു ചുവന്ന കളറൊക്കെ വരേണ്ട. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും വളരെ കുറച്ച് മതി. കാരണം കാന്താരിയുടെ എരിവ് അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരുവിധമൊക്കെ പച്ചമണമൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം എന്ത് ചെയ്യുക, സുർക്ക കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഒരു 4-5 ടീസ്പൂണൊക്കെ കേട്ടോ. വലിയ ടീസ്പൂണ് 4-5 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കണം. കാരണം ഇതിൽ പുളിക്ക് ഒന്നുമില്ലല്ലോ, ഒരു പുളിയും കിട്ടണം. പിന്നെ നമുക്ക് അച്ചാർ കേടരാതിരിക്കുകയും ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സുർക്കൊക്കെ ഒഴിച്ച് സെറ്റാക്കാണ്ട്. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണ പൊടിയിലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സുർക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ആ കാന്താരിയും ഈത്തപ്പഴമൊക്കെ കൂടിയിട്ടൊന്ന് മിക്സായിട്ടൊന്ന് വെന്ത് കിട്ടുള്ള. സുർക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ടൊന്ന് നന്നായിട്ടും തിളച്ച് കൊടുക്കുന്നുണ്ട് സുർക്കൊക്കെ ഒഴിച്ചിട്ട്.
ഇനി ഒരുവിധം സെറ്റായി വരുമ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം. ഈ കാന്താരിയുടെ എരിവ് ഈത്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ കൂടി ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൊട്ടി ഈത്തപ്പഴം അല്ല ഇത് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അച്ചാറിൻ്റെ പണി കഴിയും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണീൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് അച്ചാർ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടമായാൽ. ഇല്ലെങ്കിലൊക്കെ നല്ല സൂപ്പർ അച്ചാറാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.